ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായില്ലേ നമ്മുടെ ആനകൾ പുഴ കിടക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ഒറ്റയാൻ പുഴ കിടക്കുന്ന വീഡിയോ ആയാലോ. എണ്ണപ്പനയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ആശാൻ പുഴയിലേക്ക് വരികയാണ്. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ വീടിനടുത്ത് പുഴക്കരയിൽ വന്ന ആനയാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ തന്നെ ആൾ ഫുഡൊക്കെ കഴിച്ച് ഇതാ പുഴ കിടക്കാനായിട്ട് പുഴയുടെ കരയ്ക്ക് വന്നു. അപ്പുറത്തെ സൈഡിൽ ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ആളുകളൊക്കെ പുഴയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന വന്ന വഴി തന്നെ കുളിക്കാനൊന്നും നിൽക്കാതെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് പുഴ കടന്ന് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ഭാഗത്തേക്ക് ഇപ്പോൾ ആനകൾ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എനിക്കിപ്പോൾ അധികം വീഡിയോസൊന്നും കിട്ടാത്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, ആൾ പുഴയുടെ ആഴമൊക്കെ നോക്കി പതുക്കെയാണ് കേട്ടോ പുഴ കിടക്കണത്. ഇപ്പം നല്ല വേനലാണ്, വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ചില സ്ഥലത്തൊക്കെ നല്ല കുഴികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആനയ്ക്കതൊക്കെ നേരത്തെ അറിയാമെന്ന് തോന്നുന്നു. ആൾ പതുക്കെയാണ് പുഴ കടന്ന് പോകുന്നത്. ഇവരിങ്ങനെ ഒരു മൈൻഡും ചെയ്യാണ്ട് പോകുന്നുണ്ടെങ്കിലും ഇവർ സ്മെല്ലൊക്കെ പിടിച്ചിട്ടാട്ടോ പോണത്. കുറച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റും ഇവർ വെള്ളത്തിലിറങ്ങി കഴിഞ്ഞിട്ട് സ്മെല്ല് പിടിച്ചിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് തിരിച്ചറിയണത്. അപ്പോൾ ആളിപ്പോൾ നിൽക്കുന്നത് ജനവാസ മേഖലയിലായതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും പുഴക്കരയിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നതിന് മുന്നായിട്ട് പുഴ കടന്ന് പോണ കാഴ്ചയാണ് കാണുന്നത്. അതിരാവിലെ തന്നെ അതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ പുഴയിൽ വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം കഴിയുന്തോറും തോട്ടത്തിലെ ആളുകളൊക്കെ വരാൻ തുടങ്ങും. അപ്പോൾ അതിന് മുന്നായിട്ട് ആശാൻ എങ്ങനെയെങ്കിലും പുഴ കിടക്കണം. അപ്പോൾ അതുകൊണ്ട് വേഗം പുഴ കടന്ന് പോവാണ് കേട്ടോ. നമ്മുടെ പുഴയിൽ ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം നടന്നതിന് ശേഷമാണ് ആൾക്ക് മുങ്ങാൻ പാകത്തിനൊരു വെള്ളം കിട്ടിയത്. അപ്പോൾ അതാ കണ്ടില്ലേ, ആൾ പുഴയിലിറങ്ങിയിട്ട് നൈസായിട്ട് സ്മെല്ലൊക്കെ പിടിച്ചിങ്ങനെ നോക്കുന്നുണ്ട് തുമ്പിക്കൈ കൊണ്ട്. ആളങ്ങനെ ഉറങ്ങിയ പോലെ കിടക്കുകയാണെങ്കിലും ചെറുതായിട്ട് സ്മെല്ല് പിടിക്കണം നമുക്ക് കാണാൻ പറ്റും. ആ സ്മെല്ല് പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഭാഗത്തുണ്ടെന്ന് ആന തിരിച്ചറിയുമ്പോൾ പെട്ടെന്ന് ആന അവിടെ നിന്ന് മാറുകയും ചെയ്യും കേട്ടോ. കണ്ടില്ലേ, ആൾക്ക് നമ്മുടെ സ്മെല്ല് കിട്ടി. അപ്പോൾ ആൾ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ്. ആൾ പുഴയിൽ ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷെ ആൾ പുഴയുടെ നടുക്കെത്തിയതിന് ശേഷമാണ് വീണ്ടും സ്മെല്ല് പിടിക്കുന്നത്. അപ്പോൾ ആൾക്ക് വീണ്ടും നമ്മുടെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആൾ തീരുമാനിച്ചു ഇനി അവിടെ നിൽക്കണ്ട, വേഗം കയറിപ്പോയേക്കാം എന്നുള്ള രീതിയിൽ. വേറെ ചില ആനകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്മെല്ല് പിടിച്ചാലും നമ്മൾ ഒത്തിരി ദൂരെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കും. കാരണം അവർക്ക് ഈ ജനവാസ മേഖലയിൽ വന്നിട്ട് പരിചയമായിട്ടുള്ള ആനകളാണ്. ആളുകൾ ഇത്ര ദൂരത്തൊക്കെ നിന്നാലും വലിയ കുഴപ്പമില്ലാത്ത ആനകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ആന എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് ഇപ്പോൾ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ആളെ കണ്ട് അധികം പരിചയമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് ആൾ ദൂരെ നിന്നും സ്മെല്ല് പിടിച്ചിട്ട് നമ്മുടെ സ്മെല്ല് കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ വേനൽക്കാലമാണ്, നല്ല ചൂടാണ്. കാട്ടിലൊക്കെ ഭയങ്കര ചൂടാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ട്രെക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ട്രെക്കിങ്ങിന് വേണ്ടിയിട്ട് കാടിന് ഉള്ളിലേക്കൂടെ ഒക്കെ കൊണ്ടുപോയ സമയത്ത് നമ്മുടെ നാട്ടിനുള്ളതിനേക്കാൾ ചൂടാണ് കാടിനുള്ളിൽ അനുഭവപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗങ്ങളൊക്കെ കൂടുതലും ഇങ്ങനെ പുഴ സൈഡിലൊക്കെ ആയിരിക്കും കൂടുതൽ നിൽക്കുക, അല്ലെങ്കിൽ വെള്ളം കിട്ടുന്ന ഭാഗത്തൊക്കെ ആയിരിക്കും കൂടുതൽ നിൽക്കുന്നത്. കാരണം അത്രയ്ക്ക് ചൂട് സഹിക്കാൻ പറ്റാത്ത രീതിയിലായേക്കാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊമ്പൻ എന്താ പോണ വഴിക്കൊക്കെ അത് ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പുഴ കടന്ന് പോകുന്നത്. ഇനിയിപ്പോൾ ആൾ വൈകുന്നേരമൊക്കെ ആയിരിക്കുമല്ലോ ഇനി വരിക. അപ്പോൾ തിരിച്ചു കയറി പോകുന്നതിന് മുമ്പ് പരമാവധി വെള്ളവും തീറ്റയൊക്കെ അകത്താക്കിയിട്ടാണ് ആൾ പോണത് തന്നെ. പിന്നെ പകൽ സമയം ആയതുകൊണ്ട് തന്നെ ആൾക്ക് കൂടുതൽ നേരം ഇപ്പുറത്തെ കയറിൽ നിൽക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പുറത്തെ സൈഡ്. അപ്പുറത്തെ സൈഡാണെങ്കിൽ കുഴപ്പമില്ല, കാടാണ്, അവർക്ക് അവരുടെ ഇഷ്ടം പോലെ നിൽക്കാം. ചില സമയത്തൊക്കെ കാടിന് അപ്പുറത്തെ സൈഡിലൊക്കെ വന്ന് നിന്ന് പുല്ലൊക്കെ തിന്നണം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊമ്പെന്താ അപ്പുറത്തെ കരയിലെത്തിയേക്കാണ്. പോണ വഴിക്ക് ആശാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചു. ഇനിയിപ്പോൾ അപ്പുറത്തെ കരയിൽ പോയിട്ട് തീറ്റയൊക്കെ തിന്ന് നിൽക്കലായിരിക്കും ആശാൻ്റെ മെയിൻ പരിപാടി. അപ്പുറത്തെ കര മൊത്തം ഈറ്റക്കാടുകളാണ്. അപ്പോൾ അതിനുള്ളിലൊക്കെ എവിടെയെങ്കിലും നിൽക്കും. ഇനി അതല്ല, കുറച്ച് സമയം കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് കാട് കയറി പോകാനും ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ആന ഇപ്പോൾ അതേ മേലേക്ക് കയറി. ആൾക്ക് തിന്നാനുള്ള മൂടല്ല എന്ന് മനസ്സിലായി. കാരണം തിന്നാനുള്ള മൂടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഈറ്റയൊക്കെ പറിച്ച് തിന്നാൻ ആൾ നൈസായിട്ട് അങ്ങടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ആളിനി അവിടെ നിന്ന് കയറി പോവുകയുള്ളൂ. ചെറിയൊരു നീരാട്ടാണെങ്കിലും നമ്മുടെ ആ ഒരു നീരാട്ട് കഴിഞ്ഞ ഉടനെ കുറച്ച് മണ്ണൊക്കെ വാരിയിടണമെന്ന് ഇവരുടെ ഒരു നിയമത്തിലുള്ളതാണെന്ന് തോന്നുന്നു. അതാ കണ്ടില്ലേ, കുളിയൊക്കെ കഴിഞ്ഞ ഉടനെ കുറേ മണ്ണൊക്കെ വാരി മേത്തേക്ക് ഇടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആന ഇത് കഴിഞ്ഞിട്ട് കാടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുറേ നാളായി നമ്മൾ ആന വീഡിയോ ഒക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആനകൾ അധികം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.